ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ വളരെ സന്തോഷമുണ്ട്. ഇന്ന് വാളകം CSI ഇടവകയിൽ വന്ന് ഈ 151 സഭാദിനം സ്തോത്രാശുശ്രൂഷ പങ്കുചേരുവാൻ ഇടയാകുന്നതിൽ ഈ കാര്യങ്ങൾ വളരെ നേരത്തെ എന്നോട് പറയുകയും ക്ഷണിക്കുകയും ചെയ്ത സ്നേഹമുള്ള സുവിശേഷകനോടും അതോടൊപ്പം അത്രയും ബഹുമാനമുള്ള ജില്ലാ ചെയർമാൻ നമ്മുടെ വികാരി അച്ഛനോടും അതുപോലെ തന്നെ സഭയുടെ ചുമതലക്കാരായ എല്ലാ പ്രിയപ്പെട്ടവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. കഴിഞ്ഞ തവണ 150ാമത് വാർഷികം നമ്മൾ കൊണ്ടാടിയപ്പോൾ, ജൂബിലി നമ്മൾ കൊണ്ടാടിയപ്പോൾ അന്നും പറഞ്ഞിരുന്നു. എന്നാൽ അന്ന് എനിക്ക് വരുവാനായിട്ട് സാധിച്ചില്ല. പിന്നെ KG ദാനിയേൽ തിരുമേനിയാണ് അന്ന് വന്ന് ആ ശുശ്രൂഷയിൽ പങ്കുചേർന്നു. ഇന്ന് എനിക്ക് വരുവാൻ ഇടയായതിൽ ഞാൻ വീണ്ടും ദൈവത്തിന് നന്ദി കരയറ്റുകയും ഇന്ന് ഈ ശുശ്രൂഷ പങ്കുചേരുന്ന നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് 6 കുഞ്ഞുങ്ങൾ സ്ഥിരീകരണ ശുശ്രൂഷകളോടെ സഭയുടെ പൂർണ്ണാംഗത്തിൽ ഇങ്ങോട്ട് പ്രവേശിക്കപ്പെടുകയാകുന്നുവല്ലോ. അവരോടുമുള്ള പ്രത്യേകമായ നന്ദി സ്നേഹം അറിയിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന കായിക സംഘ അംഗങ്ങൾ, അതോടൊപ്പം തന്നെ ഡയസിൻ്റെ ഓഫീസേഴ്സായിട്ടുള്ള എത്രയും സ്നേഹമുള്ള ദാനിയൽ സാറ് ഇവിടെ വന്നിട്ടുണ്ട്. ദിവ്യ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റും. ഇന്ന് ആദരങ്ങൾ ഏറ്റുവാങ്ങുന്ന പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കട്ടെ. നെഹമ്യാ പ്രവചനം 8-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. നെഹമ്യാവ് 8-ാം അധ്യായം 10-ാം വാക്യത്തിൻ്റെ അവസാനം. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു, നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലം ആകുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു, നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലം ആകുന്നുവല്ലോ എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കും. കർത്താവേ, പരിശുദ്ധ പിതാവേ, അവിടുത്തെ വലിയ കൃപയാൽ ഈ നോമ്പിൻ്റെ അവസരത്തിൽ ഇന്ന് കഷ്ടാനുഭവ ഞായറാഴ്ച ഈ ദേവാലയത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അതിൻ്റെ 151ാമത് സഭാദിനത്തോടനുബന്ധിച്ച് സ്തോത്ര ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ തക്കവണ്ണം അങ്ങോട്ടുന്ന ഭാഗ്യവും പദവിയും തന്ന കൃപയ്ക്കായി നമ്മുടെ സ്തോത്രം. അല്പസമയം അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ധ്യാനിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വചനം പറയുന്ന ബലഹീനനായ അടിയനെയും കേൾക്കുന്ന അവിടുത്തെ മക്കളെ ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കണം. അടിയും പറയുന്നപ്പുറമായ ആഴങ്ങളെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് സഹായിക്കണം. മഹത്വം അങ്ങ് മാത്രം എടുക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ആമേൻ. വാർഷിക ദിനങ്ങൾ, വിശുദ്ധ വേദപുസ്തകം നമ്മൾ നോക്കുമ്പോൾ വാർഷിക ദിനങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ളതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് അതെല്ലാം ഉത്സവങ്ങളായിട്ട് അല്ലെങ്കിൽ പെരുന്നാളുകളായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പഴയ നിയമ വേദഭാഗത്തിൽ പ്രത്യേകിച്ച് ഇസ്രായേൽ മക്കളുടെ ആരാധനയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മുടെ ആരാധനകളും അത് അല്പമോ കുറഞ്ഞോ ഉള്ള രീതികളിൽ ചെറിയ ചെറിയ വ്യത്യാസത്തോടെ ആരാധിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നതും എന്ന് നമ്മൾ മറന്നു പോകരുത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്നുള്ളത് മറ്റൊന്നുമല്ല, പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ ആരാധിച്ച അതേ ദൈവത്തെ തന്നെയാണ് ഇന്നും നമ്മൾ ആരാധിക്കുന്നത്, ഇവിടെ ആരാധിക്കുന്നത്. ആണോ? എല്ലാവരും കേട്ടായിരുന്നാണ് ഞാൻ പറഞ്ഞത്? പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ ആരാധിച്ച അതേ ദൈവത്തെ തന്നെയാണ് ഇന്ന് നമ്മൾ ആരാധിക്കുന്നത്. ആണോ എന്നാണ് എൻ്റെ ചോദ്യം. അതെ, അതിനൊരു മാറ്റമില്ല. ആ ദൈവത്തെ തന്നെയാണ് ആരാധിക്കുന്നത്. ക്രിസ്തു മൂലം ചെറിയൊരു വ്യത്യാസമുണ്ട്. ക്രിസ്തു മൂലം അന്ന് അവർ നേരിട്ട് എന്ത് ചെയ്തിരുന്നു? ദൈവത്തെ ആരാധിച്ചിരുന്നു. അതിനുള്ള വഴികളൊക്കെ ദൈവം പറഞ്ഞു കൊടുത്തിരുന്നു. ഇന്ന് നമ്മൾ ആരാധിക്കുന്നത് ആരിലൂടെയാണ്? ക്രിസ്തു മൂലം, ക്രിസ്തുവിലൂടെയാണ് നമുക്ക് ഈ ആരാധന സാധ്യമാക്കി തരുന്നത്. അതാണ് അതിന് വ്യത്യാസം. അതുകൊണ്ടാണ് നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ക്രിസ്തു സഭ എന്ന് അറിയപ്പെടുന്നത്. പഴയ നിയമത്തിൽ അത് ഇസ്രായേൽ സഭ എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ യഹൂദ സഭ എന്നാണ് അറിയപ്പെടുന്നത്. പുതിയ നിയമത്തിൽ നമ്മൾ എങ്ങനെ അറിയപ്പെടുന്നു? ക്രിസ്തു സഭ എന്നറിയപ്പെടുന്നു. കാരണം ക്രിസ്തു മൂലമാണ് എന്ത് ചെയ്യുന്നത്? ഈ ദൈവത്തിലേക്കുള്ള പ്രവേശനം ഉള്ളത്. എന്നാൽ ആ ദൈവത്തിലെ ആരാധിക്കുന്നത് കൊണ്ട് ആ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലാനും
ആ ദൈവത്തെ ആരാധിക്കാനും ആ ദൈവത്തെ മഹത്വപ്പെടുത്താനും എല്ലാം പ്രമാണങ്ങളെല്ലാം തന്നെയാണ്, ഒന്നു തന്നെയാണ്. പ്രമാണങ്ങൾ ഒന്നു തന്നെയാണ്. ചെറിയ വ്യത്യാസമുണ്ടെന്ന് തോന്നിയാലും അന്ന് ഇസ്രായേൽ മക്കൾ അവർക്ക് കൊടുത്ത അതേ പ്രമാണങ്ങൾ തന്നെയാണ് ഇന്ന് ക്രിസ്തു സഭയുടെയും പ്രമാണങ്ങൾ എന്ന് നമ്മൾ മറന്നുപോകാൻ. ഒരുപക്ഷെ ഇസ്രായേൽ മക്കൾ വായിച്ച് മനസ്സിലാക്കിയതിനേക്കാൾ കുറേ കൂടെ ആഴത്തിൽ എന്ന് നമുക്ക് പറയാം. കാരണം അത് അക്ഷരത്തിൽ മാത്രമല്ല, അവരത് കൂടുതലും പ്രമാണങ്ങളുടെ അക്ഷരത്തിൽ തന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ പുത്രനായ ദൈവം തൻ്റെ ഉപദേശത്തിൽ വെളിപ്പെടുത്തി അത് അക്ഷരത്തിലല്ല, അതിൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു വ്യാഖ്യാനം പ്രമാണങ്ങൾക്ക് നൽകിയിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അങ്ങനെ വരുമ്പോഴാണ് അത് സ്നേഹത്തിൻ്റെ പ്രമാണമായിട്ട് അവസാനം ആ കൺക്ലൂഷനിൽ എത്തുന്ന ഏറ്റവും പര്യവസാനമായിട്ട് ഏറ്റവും ചുരുക്കി പറയുമ്പോൾ അത് സ്നേഹത്തിൻ്റെ പ്രമാണത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതിനെക്കുറിച്ച് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: സ്നേഹം മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാത്തതിനാൽ സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തി തന്നെ. ന്യായപ്രമാണം മുഴുവനും എന്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു? സ്നേഹം എന്ന ഒറ്റ വാക്കിൽ സംക്ഷേപിച്ചിരിക്കുന്നു. സ്നേഹം ഒന്ന് വിശദീകരിച്ചാൽ ഈ ന്യായപ്രമാണം മുഴുവൻ അതിനകത്ത് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. മാത്രമല്ല എല്ലാ തിരുവെഴുത്തും അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കും. അത് ഏറ്റവും അവസാനമായി സ്നേഹത്തിൻ്റെ ഉറവിടമാകുന്ന ദൈവത്തിലേക്ക് ചെന്നു ചേരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇവിടെ നെഹമ്യാ പ്രവാചകന്റെ പുസ്തകമാണ് നമ്മൾ വായിച്ചത്. 8-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു, നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയിലെ സന്തോഷം നിങ്ങളുടെ ബലം ആകുന്നുവല്ലോ. യഹോവയിലെ സന്തോഷം നിങ്ങളുടെ ബലം ആകുന്നുവല്ലോ. സന്ദർഭം ഇതാണ്. ഇതും ഒരു ഉത്സവമാണ്. ആ പറഞ്ഞിരിക്കുന്ന വാക്യം വായിക്കുമ്പോൾ അതൊരു ഉത്സവത്തിൻ്റെ സമയമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 7-ാം മാസത്തിലെ ഉത്സവം ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. പ്രധാനമായും 3 ഉത്സവങ്ങൾ ഇസ്രായേൽ മക്കൾ പ്രധാനമായിട്ടുണ്ടായിരുന്നു എന്ന് തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ 3ഉം ആചരിക്കണമെന്നും എല്ലാ പുരുഷന്മാരും നിർബന്ധമായും ആ പെരുന്നാളുകളിൽ യെരുശലേം ദേവാലയത്തിൽ വരണമെന്നും അതിനെ നിഷ്കർഷിച്ചിരിക്കുന്നതായിട്ടൊക്കെ കാണുവാൻ സാധിക്കും. പുറപ്പാട് പുസ്തകത്തിൽ തന്നെ ആ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമയ ചുരുക്കത്താൽ ഞാൻ ആ ഭാഗം വിടുകയാണ്. അപ്പോൾ ആ ഉത്സവങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണേലും അവരെല്ലാവരും ഒരുമിച്ച് വരണമെന്നാണ് പ്രധാനമായിട്ടും 3. അതുകൊണ്ട് നമ്മൾ പണ്ടൊക്കെ സേസേക്കാരായ നമ്മൾ അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു, എന്ത് ചെയ്താൽ മതി, 3 തവണ വന്നാൽ മതി എന്നൊരു പള്ളിയിൽ ആരാധനയ്ക്ക് 3 തവണ വന്നാൽ മതി, അല്ലെങ്കിൽ 3 തവണ വിശുദ്ധ സംസർഗത്തിൽ പങ്കുചേർന്നാൽ മതി എന്നൊരു ചിന്ത എങ്ങനെയോ നമ്മുടെ പല പള്ളികളിൽ, ഇവിടെയൊന്നും അങ്ങനെ ഇല്ലാതെ എനിക്ക് തോന്നുന്നു, പല പള്ളികളും ഉണ്ടായിരുന്നു. അതിന് നിയമത്തിൽ അങ്ങനെ ഒരു വാക്കും കൂടെ ചേർത്തിരുന്നു. ഇപ്രകാരമാണ് ചേർത്തിരുന്നത്: ആണ്ടിൽ 3 തവണ കമ്മ്യൂണിയൻ കൊള്ളുന്ന ആൾക്ക് വോട്ടവകാശമുള്ളൂ എന്നൊരു ക്ലോസും കൂടെ അത്തരം പള്ളികളിൽ ഉണ്ടായിരുന്നു. അത് വളരെ രസകരമായ സംഗതിയാണ്. അതുകൊണ്ട് ഈ പള്ളിയിൽ വന്ന് കമ്മ്യൂണിയൻ കൊള്ളണമെന്നില്ല. ഈ പള്ളിയിൽ അച്ഛനുമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പള്ളിയിൽ പോയി കൊണ്ടാലും മതിയല്ലോ. അത് ഏത് പള്ളി കൊള്ളണമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒരാൾ വന്ന് പറയുകയാണ് ഞാൻ 3 തവണ കൊണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിന് തെളിവൊന്നും ചോദിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരും എന്ത് ചെയ്യേണ്ടി വരും? അങ്ങനെ പ്രത്യേകിച്ചൊരു മാനദണ്ഡമില്ലാതെ എന്ത് ചെയ്തിരുന്നു, അല്ലെങ്കിൽ അത് അവർ കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ള നിലയിൽ ഈ വോട്ടവകാശം കൊടുത്തിരുന്നു. പിന്നീടാണ് അതിൻ്റെ ഒരു അർത്ഥമില്ലായ്മ മനസ്സിലാക്കി ഇങ്ങനെ അത് തിരുത്തി തുടർച്ചയായിട്ട് കമ്മ്യൂണിയൻ കൊള്ളുന്ന ആളായിരിക്കണം, വിശുദ്ധ സംസർഗത്തിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ആളായിരിക്കണം എന്ന് ആക്കി. ഇപ്പോൾ ആ രീതിയിലാണ് പോകുന്നത്. ആരെങ്കിലും മുടങ്ങാതെ അല്ലെങ്കിൽ 3-ലധികം തവണയൊക്കെ കമ്മ്യൂണിയൻ കൊണ്ടാൽ എന്ത് ചെയ്യും? അത് മുടങ്ങാതെ വരുന്നവരായിട്ട് കണക്കാക്കും. ഇതിനെയൊന്നും ചലഞ്ച് ചെയ്യാൻ വെട്ടക്കാർക്ക് അത്ര എളുപ്പമല്ലാത്തതിനാൽ അത് വഴക്കുണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അവർ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഇതൊന്നും നോക്കാതെ ഇടുകയും ചെയ്യും. എന്നാൽ ചില അച്ഛന്മാരെന്ത് ചെയ്യാറുണ്ട്? അതവർ നോക്കുകയും ശ്രദ്ധിക്കുകയും അത് അങ്ങനെ എല്ലാത്തവരുടെ പേര് ലിസ്റ്റിൽ നിന്ന് മാറ്റുകയൊക്കെ ചെയ്യുന്ന പ്രവണതയും ഈ കാലങ്ങളിലുമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് അവർ 3 തവണ ഈ 3 ഉത്സവങ്ങളിൽ എന്ത് ചെയ്യണമായിരുന്നു? അവർ നിർബന്ധമായിട്ടും പോകണമായിരുന്നു. അതിന് വരുന്നതിനും പോകുന്നതിനും ആചരിക്കുന്നതിനൊക്കെ പ്രത്യേകമായ നിബന്ധനകൾ ഉണ്ടായിരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഇവിടെ അവർ കൂടി വന്നിരിക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ 7-ാം മാസത്തിലെ ഉത്സവം, 7-ാം മാസത്തിലെ ഉത്സവത്തിൽ കൂടാരങ്ങളിൽ പാർക്കണം എന്നാണ് അതിൻ്റെ പ്രമാണം. കൂടാരങ്ങളിൽ ഇസ്രായേൽ മക്കൾ അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു മരുഭൂമിയിൽ കൂടെ സഞ്ചരിച്ചപ്പോൾ അവർ കൂടാരങ്ങളിൽ പാർത്തിരുന്നു എന്ന്
ഓരോ തലമുറയും പുത്തൻ തലമുറ മാറി മാറി വരുന്ന തലമുറ അറിയാൻ വേണ്ടി അവർക്ക് അങ്ങനെ ഒരു നമ്മുടെ പിതാക്കന്മാർ ഇങ്ങനെ കഷ്ടങ്ങളും പ്രയാസങ്ങളും സഹിച്ച് പോന്നവരാണ്, അവർക്ക് ദൈവം അവരെ അത്ഭുതമായി വഴി നടത്തിയതാണ്, അവർ ആ കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്തിരുന്നു, കൂടാരങ്ങളിൽ പാർത്തിരുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ ഓർമ്മ പുതുക്കാൻ വേണ്ടി ഓരോ ഉത്സവങ്ങളിൽ 7-ാം മാസത്തിലെ ഉത്സവം എങ്ങനെ ചെയ്യണമായിരുന്നു, അവർ കൂടാരങ്ങളിൽ പാർക്കണമെന്നുള്ളതായിരുന്നു. അവർ ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന നെഹമ്യാവിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുമ്പോൾ ഈ പറയുന്ന സാഹചര്യങ്ങളൊന്നും അല്ല അന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും വേദവസ്തം വായിച്ചിട്ടുള്ളവരാണ്, ഇതിനെക്കുറിച്ച് വായിച്ച് കേട്ടിട്ടുള്ളവരാണ് എന്ന് എനിക്ക് അറിയാം. എന്നാൽ ഈ ഭാഗം വായിക്കുമ്പോൾ അവർ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു, അവർ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്ത് അവർ വന്നു ചേർന്നു. അവിടെ വന്നു ചേർന്ന് അവർ വളരെ സന്തോഷത്തോടെ ജീവിച്ചു. പ്രവാചകന്മാരെ അവരെ വഴി നടത്താനുണ്ടായിരുന്നു. പ്രവാചകന്മാരുടെ കാലത്തിന് ശേഷം രാജാക്കന്മാരെ ദൈവം അവർക്ക് കൊടുത്തു. രാജാക്കന്മാരുടെ കാലത്തും പ്രവാചകന്മാരുടെ കാലത്തും ഒരു നിബന്ധന ഉണ്ടായിരുന്നു, അവർ ദൈവത്തെ, ഈ സത്യദൈവത്തെ, ഈ വഴി നടത്തിയ ദൈവത്തെ പൂർണ്ണ മനസ്സോടെ അവർ പിൻപറ്റണം എന്നുള്ളതായിരുന്നു. അതിനനുസരിക്കാൻ വേണ്ടി അവർ കൽപ്പനകളെ കൊടുത്തിരുന്നു. നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ 10 കൽപ്പനകൾ പ്രത്യേകമായി രേഖപ്പെടുത്തി കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇന്ന് സ്ഥിരീകരണം ഉള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ, സ്ഥിരീകരണം കേൾക്കുന്ന കുഞ്ഞുങ്ങൾ, അവരെല്ലാം അത് പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. പഠിച്ചിട്ടുണ്ടോ? 10 കൽപ്പന പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, പഠിച്ചിട്ടുണ്ടെന്നാണ് പിള്ളേർ പറയുന്നത്. ഓക്കെ, അത് നമ്മുടെ അവർക്ക് കൊടുത്ത കൽപ്പന നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു, അത് നമുക്കും പഠിക്കാൻ വേണ്ടി തന്നിരിക്കുന്നു. അപ്പോൾ അത് 10 കൽപ്പന പഠിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. നമ്മുടെ പ്രത്യേകിച്ച് CSIക്കാരുടെ സ്ഥിരീകരണ കൺഫർമേഷനിൽ ഒരു പൂർണ്ണാംഗത്തിൽ, സഭയുടെ ഒരു പൂർണ്ണാംഗത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ പടിയായിട്ട് നിർബന്ധമായും ഓരോ CSIക്കാരനും ഒരു കൊച്ചും പഠിച്ചിരിക്കേണ്ട കൽപ്പനകളാണ് ഇത് 10 കൽപ്പന അല്ലേ. 10 കൽപ്പന അത് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തു. അത് അനുസരിക്കണമെന്ന്, അത് പ്രമാണിക്കണമെന്ന് പറയുന്നു. മാത്രമല്ല അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പുറപ്പാട് പുസ്തകം തന്നെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ബാക്കിയുള്ള ഭാഗങ്ങൾ 20-ാം അധ്യായം തൊട്ട് ഏതാണ്ട് 34-ാം അധ്യായം വരെ നോക്കുമ്പോൾ അവിടെ ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇടവേള ഒഴിച്ചാൽ അത് മുഴുവനും ഈ ന്യായപ്രമാണത്തിൽ അല്ലെങ്കിൽ 10 കൽപ്പന വിശദീകരിച്ച് മോശയ്ക്ക് കൊടുക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് മുഴുവനായിട്ട് എഴുതിയാൽ പറ്റത്തില്ല, അത് ചുരുക്കി എഴുതിയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഈ കൽപ്പന എവിടെയാണ് മക്കളെ എഴുതി കൊടുത്തത്? ഏതിലെഴുതി കൊടുത്തേ? കൽപ്പന ഇസ്രായേൽ മക്കൾക്ക് കൽപ്പന ഏതിലെഴുതി കൊടുത്തേ? ഓക്കെ, അവർ ചിരിക്കുന്നുള്ളൂ, ആലോചിച്ച് വരും. നിങ്ങൾ പറഞ്ഞേ, ഇവരോട് മാത്രമാണ് ചോദ്യം, അവരാണല്ലോ സ്ഥിരീകരിക്കപ്പെടുന്നത്. ഓക്കെ, അറിയാമോ? പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. ഏതിലെഴുതി കൊടുത്തേ? കൽപ്പലകയിലാണ് എഴുതി കൊടുത്തത് അല്ലേ. 10 കൽപ്പന എഴുതാൻ വേണ്ടി എത്ര കൽപ്പന ഉണ്ടായിരുന്നു? അയ്യോ തിരുമേനി, ഇതൊന്നും ഞങ്ങൾ സ്ഥിരീകരണ ക്ലാസ്സിൽ പഠിച്ചതല്ലേ അല്ലേ. അതങ്ങനെ പഠിപ്പിക്കേണ്ട കാര്യമില്ല, നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളുണ്ട് അല്ലേ, വായിച്ചു വരുന്നത്. എത്ര കൽപ്പലക ഉണ്ടായിരുന്നു ഈ 10 കൽപ്പന എഴുതാൻ? 10 കൽപ്പനകൾ എഴുതാൻ എത്ര കൽപ്പലക ഉണ്ടായിരുന്നു? പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. 10 ഓക്കെ, ഒരാൾ 10 പറഞ്ഞിട്ടുണ്ട്. വേറെ ഉത്തരവുണ്ടോ? വേറെ ഉത്തരവുണ്ടോ? നിങ്ങൾക്കുണ്ടോ? ഇവിടെ ആൺകുട്ടികൾ ഉണ്ടോ? 1. ഓക്കെ, കായസംഘക്കാരോട് ചോദിക്കാതെ. കായസംഘക്കാരനെ പറയുന്നു, എത്ര കൽപ്പലകയിലാണ് എഴുതിയത്? 2 2 പറഞ്ഞത്. 2 1 10 ഇനി എന്നാ ചെയ്യും? ബിഷപ്പ് ചുറ്റിപ്പോകുള്ളൂ അല്ലേ. ഓക്കെ, നിങ്ങളെല്ലാവരും അതിൻ്റെ ഒരു സങ്കല്പം പറഞ്ഞേ. 2 കൽപ്പനയാണ് മക്കളെ, 2 കൽപ്പനയിലാണ് എഴുതി. 2 പലകകളിലായിട്ടാണ് 10 കൽപ്പന ഇസ്രായേൽ മക്കൾക്ക് എഴുതി കൊടുത്തത്. ഓക്കെ, മറന്നു പോകരുത്. എത്ര കൽപ്പലകയാ? 2 കൽപ്പന. നമ്മൾ സാധാരണ പടമൊക്കെ കണ്ടല്ലേ, മോശ നിൽക്കുന്ന കാണുവാണെങ്കിൽ 2 കൽപ്പന മോശയുടെ കയ്യിലിരിക്കുന്നത് കാണാൻ സാധിക്കും അല്ലേ. 2 കൽപ്പലകളിൽ അകത്തും പുറത്തും എഴുതിയിരുന്നതെന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് 10 കൽപ്പന എഴുതാൻ 2 അകവും പുറം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 4 പേജ് എന്ന് പറയാം അല്ലേ. 4 പേജ് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ
20-ാം അധ്യായം തൊട്ട് 34-ാം അധ്യായം വരെയുള്ള ന്യായപ്രമാണത്തിൻ്റെ വിശദീകരണം എഴുതാൻ എത്ര കൽപ്പന വേണ്ടി വരും? സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല അല്ലേ? ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം എന്ത് ചെയ്തത്, ദൈവം അതെല്ലാം ചുരുക്കി 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 ക്യാപ്സൂൾ പരുവം നമ്മൾ സാധാരണ പറയല്ലേ, ഗുളിക പരുവത്തിലാക്കി എന്ത് ചെയ്തിരിക്കുകയാണ്, എടുത്തിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ഓർക്കും, തിരുമേനി പറയുന്നത് ശരിയാണോ, അതങ്ങനെയാണോ? അതറിയണമെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്താൽ മതി. നമ്മൾ ഇന്ന് കൽപ്പനയുടെ ചുരുക്കം വായിച്ചു അല്ലേ? കൽപ്പനയുടെ ചുരുക്കം വായിച്ചു. കൽപ്പനയുടെ ചുരുക്കം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ചെയ്ത പ്രകാരം ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം എന്ന് പറഞ്ഞാണ് വായിച്ചത്. കർത്താവ് അല്ല ചെയ്തത്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടുകൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് തുല്യം അല്ലേ, അതിനോട് സമം. അതായത് കുഞ്ഞുങ്ങളെ നിങ്ങളോടാത്ത ചോദ്യം, അതായത് നിൻ്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഈ രണ്ട് കൽപ്പനകളിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്? എന്തെല്ലാം അടങ്ങിയിട്ട് മക്കളെ? സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കും. ഓർക്കണം, ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കും. ന്യായപ്രമാണം ഏതാ? അന്തര ചോദ്യം. ന്യായപ്രമാണം ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം ഏതാ അല്ലേ? ഏതാ ന്യായപ്രമാണം? ആൺകുട്ടികൾ പറഞ്ഞേ. ഓക്കെ, പെൺകുട്ടികൾ പറഞ്ഞേ. ന്യായപ്രമാണം ഏതാണ്? ഓക്കെ, ഇനി എല്ലാവരോടും ചോദിച്ച് സമയം കളയുന്നില്ല. ഓക്കെ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, മോശയുടെ 5 പുസ്തകങ്ങൾ അല്ലെങ്കിൽ ന്യായപ്രമാണ പുസ്തകങ്ങൾ എന്നാണ് ഇതറിയപ്പെടുന്നത്. ന്യായപ്രമാണ പുസ്തകങ്ങൾ ഏതെല്ലാം? ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. അത് മോശയുടെ പുസ്തകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. പഞ്ചഗ്രന്ഥങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. തോറ എന്ന് പറയും. ഇസ്രായേൽ മക്കളുടെ ബൈബിൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കൽപ്പനയിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്? ഈ 5 പുസ്തകം അടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്നാ അടങ്ങിയിരിക്കുന്നത്? സകല ന്യായപ്രമാണവും. പിന്നെ എന്നാ അടങ്ങിയിട്ടുണ്ട്? പ്രവാചകന്മാർ. ഏതെല്ലാം പ്രവാചകന്മാർ? 2 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞു മക്കളെ. പ്രവാചകന്മാരുടെ പേര് പറയാമോ? ഉറക്കെ പറഞ്ഞു. തെറ്റാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പറഞ്ഞു. ഉറക്കെ പറഞ്ഞു. അയ്യോ, ഉറക്കെ പറഞ്ഞു. ആശയാവ് പറഞ്ഞോ, അറിയാന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ഇരിപ്പൊക്കെ കണ്ട അർത്ഥം ആകമത്ത് ഒരൊറ്റ പ്രവാചനമുള്ളന്നല്ലേ? ഇത്ര പ്രവാചന അല്ലേ? പെൺകുട്ടികൾ പറഞ്ഞേ. ഇവിടെ യെശയ്യാവ് പറഞ്ഞു. വേറെ യെരമ്യാവ് എന്നാണ് പറഞ്ഞത്? നെഹമ്യാവ് എന്നാണ് പറഞ്ഞത്. ഏതാ? യെരമ്യാവ് നെഹമ്യാവ് എല്ലാം ഉണ്ട് അല്ലേ? ഓക്കെ, ദാനിയേൽ, ഹോശേയ, യോവേൽ അല്ലേ? എത്ര പ്രവാചകന്മാരാണ്? പ്രവാചകന്മാർ. ഈ രണ്ട് കൽപ്പനകളിൽ എന്തും കൂടെ അടങ്ങിയിട്ടുണ്ട്? പ്രവാചകന്മാരും അടങ്ങിയിട്ടുണ്ട്. സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും ഈ രണ്ട് കൽപ്പനകളിൽ അടങ്ങിയിരിക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് ശരിയാണോ? ഈ കൽപ്പനകളിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ? ഞാൻ പറഞ്ഞു അത് 20-ാം പുറപ്പാട് ദിവസം 20-ാം അധ്യായം തൊട്ട് 34 അല്ല 36 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവവും മോശയുമായുള്ള സംഭാഷണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇടയ്ക്കൊന്ന് മോശ ഇറങ്ങി താഴോട്ട് വരുന്നുണ്ട്, പിന്നെ തിരിച്ചു കയറുന്നുണ്ട്, വീണ്ടും കൽപ്പന എന്ത് ചെയ്യുന്നു? കൽപ്പന ഒന്നുകൂടെ എഴുതി കൊടുക്കുന്നു. അതൊക്കെ സംഭവ ചരിത്രം നമുക്കറിയാം. അപ്പോൾ അതെല്ലാം വിശദീകരിച്ച് കൊടുക്കുമ്പോൾ അറിവിന് വേണ്ടി പറയുകയാണ്, ഒരു മനുഷ്യൻ ഒരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? ആ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്രകാരമാണ്: നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ആളുടെ കഴുത അത് വഴി കിടക്കുകയാണ്, അതിൻ്റെ മുകളിൽ ഒരു ചുമടുമുണ്ട്, ചുമടിൻ്റെ അടിയിൽപ്പെട്ട് അത് കിടക്കുകയാണ്. അപ്പോൾ അത് അവൻ്റെ എനിക്കിഷ്ടമില്ലാത്ത ആളുടെ ആണല്ലോ, എൻ്റെ ശത്രുവിൻ്റെ ആണല്ലോ എന്ന് വിചാരിച്ച് ആ കഴുതയെ രക്ഷിക്കാതെ ഇരിക്കരുത്. ആ മൃഗത്തോട് നീ എന്ത് ചെയ്യണം? ഒരു കരുണ കാണിച്ചിട്ട് എന്ത് ചെയ്യണം? അതിൻ്റെ മേളിൽ നിന്ന് ചുമട് മാറ്റി അതിനെ രക്ഷിക്കാൻ നീ മറക്കരുത്. രക്ഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശത്രുവിൻ്റെ കഴുതയെ പോലും രക്ഷിക്കണമെന്ന് എന്ത് ചെയ്യുന്നു? ആ കൽപ്പന വിശദീകരിക്കുമ്പോൾ ദൈവം പറഞ്ഞിരിക്കും. കണ്ണറിയാൻ പാടില്ലാത്ത ആൾക്കാരുടെ മുമ്പിൽ കണി വെക്കരുത് എന്ത് ചെയ്യുന്നു? പറഞ്ഞിരിക്കും. ചെവി കേൾക്കാൻ പാടില്ലാത്തവനെ
അവൻ്റെ നേരെ ചീത്ത വർത്താനം പറഞ്ഞാൽ അവൻ ശപിക്കരുത് എന്ന് പറഞ്ഞിരിക്കും. ഓർത്ത് നോക്കിയ പ്രമാണങ്ങളുടെ, ദൈവത്തിൻ്റെ പ്രമാണങ്ങളുടെ ആ ഒരു മഹത്വം നോക്കിക്കേ. നീ നിന്റെ ദേശത്ത് നിന്ന് ശത്രുക്കൾ നിന്നെ പിടിച്ചുകൊണ്ടുപോയി ശത്രുദേശത്ത് നീ പ്രവാസിയായിട്ട് പാർക്കുമ്പോൾ ആ ദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ലോകത്തെവിടെയുണ്ട് ഇപ്രകാരമുള്ള പ്രമാണങ്ങൾ? ലോകത്തെവിടെയുണ്ട് പ്രമാണങ്ങൾ? അതാണ് പറഞ്ഞത്, ഇപ്രകാരം പ്രമാണമുള്ള, എഴുതപ്പെട്ട പ്രമാണമുള്ള ഒരേ ഒരു ജാതി, ശ്രേഷ്ഠ ജാതി, അത് ഇസ്രായേൽ എന്ന് അവർ തന്നെ എന്ത് ചെയ്യുന്നു? സാക്ഷ്യം പറയുന്നു. മറന്നുപോകരുത് അതിൻ്റെ ശ്രേഷ്ഠത. അവരതനുസരിച്ചില്ല എന്ന് വിചാരിച്ച് കൽപ്പനകൾക്കും അതിൻ്റെ പ്രമാണങ്ങൾക്കും മാറ്റം വരുന്നില്ല എന്ന് മറന്നു പോകരുത്. അത്രയും മഹത്വമേറിയവനാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ കൽപ്പനകൾ അത്രയും മഹത്വമേറിയതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് ആ ദൈവത്തെ തന്നെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ദൈവത്തെ ക്രിസ്തുവിലൂടെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ദൈവത്തെ ആരാധിപ്പാൻ ഇസ്രായേൽ മക്കൾക്ക് എന്തുണ്ടായിരുന്നു? അവർക്ക് കൽപ്പനകളുണ്ടായിരുന്നു. പ്രത്യേകമായി കൂടി വരാൻ അവസരം കൊടുത്തിരുന്നു. ആ അവസരങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എല്ലാവരും കൂടി വരേണ്ട ദിവസം എന്ന് പറയുന്നത് 3 ദിവസങ്ങളായിരുന്നു. അതിലെ ഒരു ഉത്സവമായിരുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്ന 7-ാം മാസത്തിലെ ഉത്സവം, അല്ലെങ്കിൽ കൂടാര പെരുന്നാൾ എന്ന് പറയാം. ഇവിടെ ആ ഒരു പെരുന്നാളിലാണ് അവരെന്ത് ചെയ്തത്? അവർ കൂടി വന്നു. സാഹചര്യം ഇതാണ്, അവർക്ക് ഈ കൽപ്പനകളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും, അവർക്ക് പ്രവാചകന്മാരും രാജാക്കന്മാരും ഉണ്ടായിരുന്നുവെങ്കിലും അവരെ എന്ത് ചെയ്തു? അവർ ഈ പ്രമാണങ്ങളൊന്നും എന്ത് ചെയ്തില്ല. അവർക്ക് പുരോഹിതന്മാരുണ്ടായിരുന്നു, ന്യായശാസ്ത്രന്മാരുണ്ട്, അവരെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും അവർ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കാതെ ദൈവത്തിൽ നിന്ന് ശിക്ഷ ഏറ്റുവാങ്ങി അവരെന്ത് ചെയ്യേണ്ടി വന്നു? അവർ പലതവണ ശത്രുക്കളാൽ ആക്രമിക്കപ്പെട്ടു, കീഴടക്കപ്പെട്ടു. പലതവണ അവർക്ക് ചെറിയ തോതിലുള്ള പ്രവാസങ്ങൾ അവർക്കുണ്ടായിരുന്നു. എന്നാൽ ഈ വേദഭാഗം വായിക്കുമ്പോൾ അവർ നീണ്ട ഒരു പ്രവാസം, ഏതാണ്ട് 70 സംവത്സരം എന്ത് ചെയ്തു? അവർ പ്രവാസത്തിലായി. അതിനുശേഷം തിരികെ വരുന്നതാണ്. തിരികെ വന്നതിന് ശേഷം അവർ ദേവാലയം, അതിന് ചുറ്റുപാടുള്ള കാര്യങ്ങളെല്ലാം ആ പട്ടണം അവർ പണിയുന്നതാണ്. മതിൽ കെട്ടിപ്പൊക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട നേതൃത്വം നൽകിയ ആൾക്കാരായിരുന്നു, ഒന്ന് എസ്രായും മറ്റൊന്ന് നെഹമ്യാവും. എസ്ര ശാസ്ത്രി ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ന്യായപ്രമാണത്തെക്കുറിച്ച് വളരെ എരിവുള്ളവനും വളരെ നിഷ്കർഷയോടെ പ്രമാണങ്ങൾ പാലിക്കണമെന്ന് ശഠിക്കുന്നവനും ഉപദേശിക്കുന്നവനും അപ്രകാരം ജീവിക്കുന്നവനുമായിരുന്നു എന്ന് ഈ പുസ്തകത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പെരുന്നാളിൽ വന്നപ്പോൾ പറയുന്ന ഭാഗമാണ്. അതിന് മുമ്പ് ഈ കാര്യങ്ങളെല്ലാം വായിക്കുന്നുണ്ട്, ധ്യാനിക്കുന്നുണ്ട്. അതെല്ലാം കേട്ടപ്പോൾ അവർക്ക് എന്ത് തോന്നി? ഭയങ്കരമായുള്ള ദുഃഖം തോന്നി. ഭയങ്കരമായുള്ള ഒരു മനോവിഷമം അവർക്കുണ്ടായി, ദുഃഖമുണ്ടായി. അവർക്ക് എന്തെല്ലാം നാശനഷ്ടങ്ങളാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാത്തതുകൊണ്ട് നമ്മുടെ മേൽ വന്നിരിക്കുന്നത് എന്ന് ഓർത്ത് അവർ ഭയങ്കരമായി ദൈവസന്നിധിയിൽ നിലവിളിച്ചു, കരഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആ 10-ാം വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്, ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമല്ലോ. പെരുന്നാൾ ദിവസങ്ങൾ, ശബത്ത് ദിവസങ്ങൾ, അതെല്ലാം എന്താണ്? ദൈവത്തിന് വിശുദ്ധമാണ്, വിശുദ്ധ ദിവസമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? ഇന്ന് നിങ്ങൾ കരയരുത്. ഇന്ന് പെരുന്നാൾ ദിവസമാണ്, നിങ്ങൾ കരയരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് അവിടെ പിന്നെയും പറയാം, ഇപ്രകാരമാണ്: ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാകുന്നു, നിങ്ങൾ ദുഃഖിക്കരുത്. യഹോവയിലെ സന്തോഷം നിങ്ങളുടെ ബലം ആകുന്നുവല്ലോ. യഹോവയിൽ എന്ത് ചെയ്യണം? യഹോവയിൽ സന്തോഷിക്കാനുള്ള ദിവസമാണ് ഇന്ന്. അവൻ നമ്മളെ വഴി നടത്തിയ വിധങ്ങൾ, അവൻ നമ്മളെ പരിപാലിച്ച വിധങ്ങൾ, അവൻ നമ്മൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, ഇതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ദൈവത്തിൽ സന്തോഷിക്കേണ്ട ഒരു ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് ഇന്ന് എന്ത് ചെയ്യരുത്? ഇന്ന് നിങ്ങൾ കരയരുത് എന്ന് അവിടെ പറഞ്ഞു. അതിൻ്റെ തുടർന്നുള്ള ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അത് ഞാൻ പറഞ്ഞല്ലോ, ഏതാണ്ട് 70 സംവത്സരം ഇതായി. 70 സംവത്സരത്തോളം അവർ ഈ കൽപ്പനകൾ പ്രമാണിക്കാതെ അവർക്ക് പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. യെരുശലേമിൽ അവർക്ക് ദൈവത്തെ നമസ്കരിക്കാൻ പറ്റിയിരുന്നില്ല. അവരുടെ സ്വന്തം ദേശത്ത്, ദൈവം അവർക്ക് കൊടുത്ത ദേശത്ത് അവർക്ക് പാർപ്പാൻ പറ്റിയിരുന്നില്ല. അവർക്ക് ദൈവത്തിൻ്റെ വചനം വേണ്ട രീതിയിൽ കേൾപ്പാനോ വായിക്കാനോ പഠിക്കാനോ പറ്റിയിരുന്നില്ല. ഒരുപക്ഷെ പലരും പുത്തൻ തലമുറ ആ വചനം എഴുതിയ ഭാഷകൾ തന്നെ മറന്നുപോയിരുന്നു എന്ന് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കും. ദൈവത്തിനുള്ള ഭയങ്കരമായുള്ളൊരു അകന്നുപോക്ക്. അതിൽ നിന്ന് തിരിച്ചു വരാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ തുറന്ന് പറയുന്നുണ്ട്, എസ്രാ പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മലകളിൽ പോയി വൃക്ഷങ്ങളുടെ ഇലകളൊക്കെ കൊണ്ടുവരണം, കൊമ്പുകൾ കൊണ്ടുവന്നിട്ട് കൂടാരങ്ങൾ ഉണ്ടാക്കണം, എന്നിട്ട് ആ കൂടാരത്തിൽ എന്ത് ചെയ്യണം? നിങ്ങൾ പാർക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെ തുറന്നുള്ള ഭാഗത്ത് അവിടെ പറഞ്ഞിട്ടുണ്ട്. അവർ 7 ദിവസം എന്ത് ചെയ്തു? ഉത്സവം ആചരിച്ചു എന്ന് പറഞ്ഞു. ആ ഉത്സവത്തിൻ്റെ നടപടിക്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്ത് ചെയ്യുക? ന്യായപ്രമാണം എന്ത് ചെയ്യുക? വായിക്കുക, വ്യാഖ്യാനിക്കുക. ന്യായപ്രമാണം വായിക്കുക, വ്യാഖ്യാനിക്കുക. കേട്ടല്ലോ? ഉത്സവങ്ങളിലെ, പെരുന്നാളുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട
ദൈവം ഉദ്ദേശിക്കുന്ന കാര്യമെന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ മഹത്വമേറിയ വചനങ്ങൾ അല്ലെങ്കിൽ ന്യായപ്രമാണം എന്ത് ചെയ്യുക? വായിക്കുക, വ്യാഖ്യാനിക്കുക. ദൈവവചനം വായിക്കുക, വ്യാഖ്യാനിച്ചു കൊടുക്കുക. അതിനുവേണ്ടിയാണ് ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്? പെരുന്നാളുകൾ, ഉത്സവങ്ങൾ ദൈവം നിശ്ചയിച്ചത്. മറന്നുപോകൽ. ഇന്ന് നമുക്ക് ചുരുളൊന്നുമല്ല, നമുക്കെന്താണ് നമ്മുടെ സ്വന്തം ഭാഷയിൽ എന്ത് ചെയ്തിരിക്കുന്നു? ഈ വചനം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ പിതാക്കന്മാർ ഒരു കാലത്ത് സമാനമായുള്ള ബുദ്ധിമുട്ടുള്ള ഭാരങ്ങളിലൂടെ കടന്നുപോയ ആൾക്കാരാണ്. ദൈവം അവരെ എന്ത് ചെയ്തു? ദൈവം ഈ വചനം വായിച്ചവരെ എന്ത് ചെയ്തു? ഉയർത്തി. അവർക്ക് വിടുതൽ നൽകി. ഒറ്റ കാര്യം നമ്മൾ ചെയ്യണം. എന്താണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് എന്ത് ചെയ്യണം? നമ്മൾ വായിക്കണം, മനസ്സിലാക്കണം. അത് നമ്മൾ അനുസരിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? ദൈവം നമ്മുടെ മേൽ, നമ്മുടെ തലമുറകളുടെ മേൽ അനുഗ്രഹത്തെ വർഷിപ്പിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് എസ്രാ അതിനുവേണ്ടി പ്രത്യേകമായി, ഞാൻ പറഞ്ഞല്ലോ, എസ്രായുടെ മനസ്സിൽ എപ്പോഴും ഈ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ജനം അനുസരിക്കണമെന്നും അവരെ പഠിപ്പിക്കണമെന്നും വളരെ നിർബന്ധമുള്ള ആളായിരുന്നു ആര്? എസ്ര. അതുകൊണ്ട് ജനമെല്ലാം കൂടി വന്നപ്പോൾ ഇത് വചനം വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടി സാധാരണ ഇപ്പം നമ്മൾ ഇതൊരു ജനങ്ങൾ കൂടി വരുന്നൊരു ഭാഗമാണെങ്കിൽ അതിന് അല്പം പൊക്കത്തിലൊരു പീഠമുണ്ടാക്കിയിട്ട് അതിന്മേൽ എന്ത് ചെയ്തു? ഞാനിപ്പോൾ ഈ പുൽപ്പറ്റ കയറി നിൽക്കുന്ന പോലെ എസ്ര എന്ത് ചെയ്തു? കയറി നിന്നു. ന്യായപ്രമാണം എന്ത് ചെയ്തു? ന്യായപ്രമാണം ഇങ്ങനെ എടുത്തു. ഇങ്ങനെ അത് ചുരുളാണല്ലോ, ഇങ്ങനെ വായിച്ചിങ്ങനെ നോർത്തി എന്ത് ചെയ്തു? വായിക്കുകയാണ്. ഓരോ കണ്ണിക വായിച്ച് എന്ത് ചെയ്യുന്നു? അതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല, ദിവസം 7 ദിവസം അവർ അതിന് ആ സമയം ഉപയോഗിച്ചു. ഓർക്കണം, ഇന്ന് നമ്മൾ ഇപ്പം ഈ ആരാധന തന്നെ ഇപ്പം സമയം 11:30 കൂട്ടിക്കോ. 1 മണിക്ക് അങ്ങ് തീർന്നു. 1 മണിക്ക് ആയാൽ നമ്മൾ എന്ത് ചെയ്യും? ഞാനിങ്ങനെ എസ്രായുടെ കൂട്ടി ഇങ്ങനെ പ്രസംഗം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാമെന്ന് വിചാരിച്ചു. നിങ്ങൾ എന്ത് ചെയ്യും? നമുക്ക് അത്രയും നീണ്ട സമയം ഇരിക്കാൻ പറ്റത്തില്ല അല്ലേ? നമ്മൾ പല അത്യാവശ്യത്തിൻ്റെ പേരിൽ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നത്? സമയം അഡ്ജസ്റ്റ് ചെയ്ത് എന്തിരിക്കുക? നമ്മളിവിടെ വന്നിരിക്കുക. എന്ത് ചെയ്യും? നമുക്ക് പോകണം, നമ്മൾ പോവും. നമുക്ക് വിശക്കും, നമുക്ക് ഭക്ഷണം കഴിയും. നമ്മൾ ഒത്തിരി പേരുണ്ട്, ഷുഗർ രോഗികളാണ്. അവർക്കങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. ഗുളിക കഴിച്ചിട്ടാണ് ചിലർ വന്ന്, ചിലർ ഇൻസുലിൻ എടുത്തിട്ട് വന്നിരിക്കുന്നു, ചിലർ കഴിച്ചിട്ടും വന്നിട്ട് കഴിക്കാണ്ട് വന്നിരിക്കുന്നു. എന്ത് ചെയ്യുന്നു? അവർക്കെല്ലാം പോകണം. അത്രയും സമയമൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല, അതുകൊണ്ടായിരിക്കാം ഈ പുസ്തകമെല്ലാം എന്ത് ചെയ്തു? സമയമില്ലാത്തവർ എന്ത് ചെയ്യണം? സമയമില്ലാത്തവർ പൊക്കോണം, വീട്ടിൽ പോയി എന്ത് ചെയ്യണം? ഇത് വായിച്ചോണം. എല്ലാവരുടെയും കയ്യിൽ പുസ്തകം അല്ലേ? എല്ലാവരുടെയും കയ്യിൽ പ്രമാണമുണ്ട്. ഇതൊക്കെ നമ്മളെ ഉദ്ദേശിച്ച് ദൈവം നേരത്തെ മുന്നമേ എന്ത് ചെയ്തിരിക്കുകയാണ്? തന്നിരിക്കുകയാണ്. ഇങ്ങനെ ദേവാലയത്തിൽ പോയി വിശദീകരണം കേൾക്കണം നിർബന്ധമില്ല. അങ്ങനെ സമയമില്ലാത്തവർക്ക് എന്ത് ചെയ്യാം? സ്വന്തമായിട്ട് വായിച്ച് പ്രാർത്ഥിച്ചും വായിച്ച് മനസ്സിലാക്കാം വേദോസം അല്ലേ? ഓക്കെ. അടുത്ത ചോദ്യം സ്ത്രീയന കുട്ടികളോടാണ്. ഇന്ന് പള്ളിയിൽ വരുന്നതിന് മുമ്പ് വേദോസം വായിച്ചു വരുന്ന കൈപ്പറ്റിക്ക് കുട്ടികൾ മാത്രം. ഇന്ന് പള്ളിയിൽ വരുന്നതിന് മുമ്പ് വേദോസം വായിച്ചു. ഒക്കെ 2 പേര് പെൺകുട്ടികൾ ഇന്ന് പള്ളിയിൽ വരുന്നതിന് മുമ്പ് വേദോസം വായിച്ചു. ഇന്ന് തന്നെയാണ് വായിച്ചത്? 2 പേര് മിടുക്കന്മാർ. ഓക്കെ. ആൺകുട്ടികൾ 2 പേര് ഇന്ന് പള്ളി വരുന്നതിന് മുമ്പ് വേദോസം വായിച്ചു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പെൺകുട്ടികൾ ആരും അന്ന് രാവിലെ വായിച്ചോ എന്ന് അവർ ഓർക്കുന്നില്ല. ഓക്കെ. ഒരുപക്ഷേ നിങ്ങൾ വൈകുന്നേരമായിരിക്കും വേദോസം വായിക്കുന്നത്. കൊള്ളാം, അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്ന സാരം, വേദോസം വായിക്കാതെ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് ഇന്ന് മുതൽ എന്ത് ചെയ്യണം? നിങ്ങളത് തുടരണം. പെൺകുട്ടികൾ എന്ത് ചെയ്യണം? ഇന്ന് മുതൽ അങ്ങനെ ഇല്ലെങ്കിൽ, ആ സ്വഭാവം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? അത് ആരംഭിക്കണം. എല്ലാ ദിവസവും എന്ത് ചെയ്യണം? വിശുദ്ധ വേദോസം എന്ത് ചെയ്യണം? അവൾ വായിക്കണം. ഇത് ദൈവത്തിൻ്റെ പ്രമാണമാണ്. ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നു? ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് ഹിതകരമായ രീതിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുക. പ്രാർത്ഥനയോടെ വായിച്ചാൽ എന്ത് ചെയ്യും? അതെല്ലാം ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് വെളിപ്പെടുത്തി തരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ദൈവത്തിൽ വിശ്വസിക്കുക, അടിയുറച്ച് വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവമേ, ഇത് അങ്ങയുടെ പ്രമാണമാണ്, ഇതെനിക്ക് വേണ്ടിയാണ് എഴുതപ്പെട്ടിരിക്കുന്നത് അല്ലേ? എൻ്റെ സ്വന്തം ഭാഷയിൽ. ഓർക്കണം, നമ്മുടെ ഒരു കാലത്ത് നമ്മുടെ ചുറ്റുപാടുമുള്ള പല ആൾക്കാർക്കും എഴുത്തും വായന അറിയത്തില്ലായിരുന്നപ്പോൾ നമ്മുടെ പിതാക്കന്മാർ അവർ എഴുത്തും വായന അറിയാമായിരുന്നു എന്ന് മറന്നുപോകാൻ. നമ്മളത്ര കുറഞ്ഞ പുള്ളികളൊന്നും വരും. കാരണം മിഷനറിമാർ വന്ന് നമ്മളെ എന്ത് ചെയ്തു? എഴുത്തും വായനയും പഠിപ്പിച്ചു. അത് തന്നെ കാരണം. അവരിവിടെ എഴുത്തും വായനയും പഠിച്ചപ്പോൾ സമൂഹത്തിൽ പല വിഭാഗം ആൾക്കാർക്കും എന്തില്ല? അവർക്ക് എഴുത്തും വായനയും അറിയത്തില്ല. ഏതാനും ചിലർക്ക് അറിയാമെങ്കിൽ അത് അവരുടേതായ രീതിയിൽ മാത്രമേ ഉള്ളൂ. അത് വേറെ ആർക്കും ഇല്ല. അതുകൊണ്ട്
ഒരു പക്ഷേ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെ ആദ്യം ഞങ്ങളെ അക്ഷരം പഠിപ്പിക്കും. ഞങ്ങളുടെ പിതാക്കന്മാരെ അക്ഷരം പഠിപ്പിച്ചത് എന്തുകൊണ്ടാണ്? വേറെ ഒന്നും കൊണ്ടല്ല, എന്തിനും വേണ്ടിയല്ല, വേദവസ്തം വായിക്കാനാണ്. അക്ഷരം പഠിപ്പിച്ചിട്ട് നമ്മുടെ കയ്യിൽ എന്ത് തന്നു? വായിക്കാനുള്ള പുസ്തകം തന്നു അല്ലേ? പല പാഠപദ്ധതികൾ ഉണ്ടാകുന്നതിന് മുമ്പേ നമുക്കൊരു പാഠപദ്ധതി കിട്ടിയത് വിശുദ്ധ വേദവസ്ത. പല രാജ്യങ്ങളുടെയും പല രാഷ്ട്രങ്ങളുടെയും പല മഹാന്മാരുടെയും ജീവിതം രൂപപ്പെടുത്തിയിരിക്കുന്നത് ഈ വചനമാണ്. മറന്നു പോകരുത്. എങ്കിൽ ഇത് നമ്മൾ എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുമെന്ന് വിചാരിക്കുക. കുട്ടികൾ എന്ത് ചെയ്യണം? പ്രത്യേകിച്ച് ഇത് വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. ഓക്കെ, അവർ അത് എസ്രാ ശാസ്ത്രി ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് ഇതുപോലെ പീഠമുണ്ടാക്കി വേദോസ്തം അല്ലെങ്കിൽ അന്നത്തെ അവരുടെ വിശുദ്ധ ബൈബിൾ തോറ അത് എടുത്ത് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ന്യായപ്രമാണം എടുത്ത് വായിക്കാൻ തുടങ്ങിയപ്പോൾ അവരെന്ത് ചെയ്തു? ജനമെല്ലാം എന്ത് ചെയ്തു? ജനമെല്ലാം എഴുന്നേറ്റ് നിന്നാണ്. ജനമെല്ലാം എഴുന്നേറ്റ് നിന്ന് എന്താ വായിക്കപ്പെടുന്നത്? ദൈവത്തിൻ്റെ വചനമാണ്, ന്യായപ്രമാണമാണ്. അതത്രയും ശ്രേഷ്ഠമേറിയതാണ്. ദൈവം നേരിട്ട് സംസാരിക്കുന്ന തുല്യമാണ്. ആ ശബ്ദം കേൾക്കുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ എഴുന്നേറ്റ്. നമ്മൾ സാധാരണ സുവിശേഷം വായിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? സുവിശേഷം എന്ന് പറഞ്ഞാൽ അന്നേരം തന്നെ എന്ത് ചെയ്യുന്നു? സൈസക്കാരാണ് അവർ ചാടി കഴിഞ്ഞത്. കാരണം സുവിശേഷം നിന്നാണ് കേൾക്കുന്നത് അല്ലേ? കർത്താവ് നേരിട്ട് ഉച്ചരിച്ച വചനങ്ങളാണ്. അത് വായിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ എഴുന്നേറ്റ് നിൽക്കും. കുട്ടികൾക്കും കൂടെ അറിയാൻ വേണ്ടിയാണ് അത് പറഞ്ഞത്. സുവിശേഷം വായിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ എഴുന്നേറ്റ് നിൽക്കും അല്ലേ? ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുകയാണ്. ഇസ്രായേൽ മക്കൾ എസ്രാ ശാസ്ത്രി ന്യായപ്രമാണം വായിച്ച് പീഠത്തിൻ്റെ കയറിയെന്ന് വേദോസ്തവം വായിച്ചപ്പോൾ, അല്ലെങ്കിൽ അവരുടെ ന്യായപ്രമാണം വായിച്ചപ്പോൾ ജനമെല്ലാം എന്ത് ചെയ്തു? എഴുന്നേറ്റ് ശ്രദ്ധിച്ചു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ പ്രാധാന്യത്തോടെ നമ്മളത് മനസ്സിലാക്കുക. വേദോസ്തവം തിരുവനന്തപുരം നമ്മൾ വായിക്കുക, പ്രമാണങ്ങൾ നമ്മൾ വായിക്കുക, വായിച്ച് അതിപ്രകാരം ജീവിപ്പാൻ നമ്മൾ ഉത്സാഹിക്കും. ഓക്കെ, വിശേഷ ഇന്ന് 151ാമത് സഭാദിനമാണ്. ഞങ്ങളവിടെയൊക്കെ ഈസ്റ്ററുകളൊക്കെ പറയുന്നത് പ്രതിഷ്ഠാ ദിനമെന്ന് പറയും. പ്രതിഷ്ഠാദിന പെരുന്നാൾ എന്നൊക്കെയാണ് പറയുന്നത്. പെരുന്നാളിന് പദം ഇവിടെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറില്ല. ഇവിടെ സഭാദിനമെന്നാണ് പറയുന്നത്. അവിടെ പെരുന്നാൾ എന്നാണെന്ന് പറയുന്നത്. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ പെരുന്നാൾ തന്നെയാണ് പല പള്ളികളിലും. ചില പള്ളിയിൽ പെരുന്നാൾ എന്ന് പറഞ്ഞ് സാധാരണ ആരാധന കാണുള്ളൂ. ചിലപ്പോൾ എല്ലാവിധമായ വാദ്യാഘോഷങ്ങളും മറ്റ് അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെയും ഉണ്ട് അവിടെയൊക്കെയും ആചരിക്കുമ്പോൾ എന്ന് കാണാൻ സാധിക്കും. ഓരോ ദേശത്തിനും പ്രദേശത്തിനും അനുസരിച്ച് അത് വ്യത്യാസമുണ്ട്. നമ്മുടെ ഇവിടെ സഭാദിനമായിട്ടാണ് കൊണ്ടാടുന്നത്. സഭാദിനമാണെങ്കിലും പ്രതിഷ്ഠാദിനമാണെങ്കിലും പെരുന്നാളാണെങ്കിലും ഉത്സവമാണെങ്കിലും അവിടുത്തെ പ്രധാനമെന്ന് പറയുന്നത് ഒരു വർഷം എന്ത് ചെയ്യുന്നു? പൂർത്തീകരിക്കപ്പെടുകയാണ്. അതിൻ്റെ ഒരു ഓർമ്മയാണ്. അതുവരെ ദൈവം നടത്തിയ ആ വഴികളെക്കുറിച്ച് ദൈവത്തിന് നന്ദി കരയേറ്റുകയാണ്. അവിടെ പ്രഘോഷിക്കപ്പെടേണ്ടത് എന്താണ്? അവിടെ പ്രഘോഷിക്കപ്പെടേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ്. ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറഞ്ഞാൽ എത്ര വലിയ പെരുന്നാളാണ്, 2-3 ദിവസം പെരുന്നാളൊക്കെ നടത്തും. പക്ഷേ പ്രസംഗം എന്ന് പറഞ്ഞാൽ എത്ര സമയം കാണും? എത്ര സമയം കാണും? വചനപ്രഘോഷണം എത്ര സമയം കാണും? ഇന്നത്തെ പ്രോഗ്രാം രാവിലെ 10 മണി 10:05 തുടങ്ങിയാൽ 10:15 തുടങ്ങിയെന്ന് കൂട്ടിക്കോ. എപ്പോൾ തീരും ഉദ്ദേശം? 1 മണി വരെ തീരുമെന്ന് കൂട്ടിക്കോ. 1 മണി വരെ തീരുന്നു. 10:15 തൊട്ട് 1:15 കണക്ക് കൂട്ടാൻ എളുപ്പത്തിന് 1:15 10:15 11:15 12:15 1:15 3 മണിക്കൂർ. 3 മണിക്കൂർ ശുശ്രൂഷയാണെങ്കിൽ ഇത് 151ാമത് കുടിയൊരുവാണെങ്കിൽ എത്ര മണിക്കൂർ, എത്ര മിനിറ്റ് ആയിരിക്കും നമ്മുടെ വചനം പ്രഘോഷണം? അങ്ങേറ്റം പോയാൽ ഒരു അരമണിക്കൂർ തൊട്ട് 3/4 മണിക്കൂർ വരെ അല്ലേ? കഷ്ടി. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്തില്ല, നമുക്ക് സഹിക്കാനായിട്ട് പറ്റത്തില്ല. സ്വാഗതം പറയാൻ നമ്മൾ എത്ര മിനിറ്റ് എടുക്കും? സ്വാഗതം പറയാൻ നമ്മൾ 1 മണിക്കൂർ ചിലപ്പോൾ എടുക്കും, അരമണിക്കൂർ എടുക്കും. അത് നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ വചനപ്രഘോഷണത്തിന് നമ്മൾ സമയം എടുക്കാറുണ്ട്. അതൊരു വീഴ്ചയാണോ കുറവാണോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ ധ്യാനയോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഇന്നലെ പ്രസംഗം ഉണ്ടായിരുന്നു. പല പള്ളികളിലും പെരുന്നാളിനോട് ചേർന്ന് എന്തുണ്ട്, കൺവെൻഷൻ യോഗമോ അല്ലെങ്കിൽ ധ്യാനമോ ഉണ്ട്. വളരെ നല്ല കാര്യമാണ്. കാരണം അതിന് വളരെ പ്രാധാന്യം നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്രായേൽ മക്കൾ അവരുടെ ജീവിതത്തിൽ ദൈവവാദം അകന്നുപോയ കാര്യങ്ങളെ ഓർത്ത് ദൈവസേനയിൽ കുറവുകളെ ഏറ്റു പറഞ്ഞ് അവർ കരഞ്ഞു. വളരെ സന്തോഷത്തോടെ ആചരിക്കേണ്ട ആ ദിവസം കരഞ്ഞപ്പോൾ എസ്രാ ശാസ്ത്രി അവരുടെ നായകൻ, നേതാവ് ഇപ്രകാരം പറഞ്ഞു: ഇന്ന് നിങ്ങൾ കരയരുത്, ഇന്ന് നമുക്ക് വിശേഷപ്പെട്ട ദിവസമാണ് എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള വിശദീകരണം കൊടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവപ്രമാണങ്ങൾക്ക് പ്രാധാന്യം നമ്മൾ കൊടുക്കണം. അനുസരണമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതുകൊണ്ട് കൽപ്പനകൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രമാണിക്കണം. അതുകൊണ്ട് നമ്മൾ CSI നമ്മുടെ സ്ത്രീകരണ ശുശ്രൂഷകളിൽ നമ്മൾ പ്രത്യേകമായി നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്,
അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് സ്നാന സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് പറയുന്നത്. അതിനുശേഷം കുഞ്ഞുങ്ങൾ തീരെ പൊടിക്കുഞ്ഞിനെ എന്ത് ചെയ്യും, ഇവിടെ കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തിയതിന് ശേഷം സ്നാനം കഴിക്കുമ്പോൾ ചില കാര്യങ്ങൾ അവരോട് പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ പറഞ്ഞു വിടുന്നതാണ് ഒരു കാര്യം. മാതാപിതാക്കന്മാരോടും ജ്ഞാനമാതാപിതാക്കന്മാരോടും സഭയോടും ആഗമനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കൊച്ചിനെ എന്ത് ചെയ്തിരിക്കും, ഇപ്പോൾ സ്നാനപ്പെടുത്തി ഈ കൊച്ച് ആരായി തീർന്നിരിക്കുന്നു, ഈ കൊച്ച് ഒരു ദൈവ പൈതലായിട്ട് തീർന്നിരിക്കുന്നു. ഇവിടെ കൊണ്ടുവന്നു പ്രാർത്ഥിക്കുന്നു. ദൈവ പൈതൽ അതുവരെ ഒരു സാധാരണ ഒരു കുഞ്ഞായിരുന്നു, ഒരു മനുഷ്യ കുഞ്ഞായിരുന്നു. ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ പൈതൽ ദൈവ പൈതലായി തീർന്നു. ശരീരമാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അവയവമായി തീർന്നു. ദൈവരാജ്യത്തിന് അവകാശിയായിരുന്നു അല്ലേ. അപ്പോൾ ആ പൈതൽ പിന്നെ ആരാണ്? എന്നാ പൈതലാ? ദൈവ പൈതൽ. ആ പൈതൽ ദൈവ പൈതലാണ്. ഇവിടെ വന്ന കുഞ്ഞ് സാധാരണ ഒരു മനുഷ്യ കുഞ്ഞായിരുന്നെങ്കിൽ ദൈവാലയത്തിൽ ദൈവസേനയിൽ പ്രതിഷ്ഠിച്ചതിന് ശേഷം വിശുദ്ധ ബപ്തിസ്മയിലൂടെ ആ കുഞ്ഞ് ആരായിത്തീർന്നു? ദൈവ പൈതലായിത്തീർന്നു. ആ പൈതലിനെ ഇവിടെ പ്രാർത്ഥിച്ച് പ്രതിഷ്ഠിച്ചതിന് ശേഷം തിരികെ മാതാപിതാക്കന്മാരുടെ കയ്യിൽ കൊടുത്ത സമയത്ത് അവരോട് പറഞ്ഞു, കൂടെ കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നു, അവരോട് എല്ലാവരും കൂടെ പറഞ്ഞു, ഈ കൊച്ചിനെ ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നുവിടുകയാണ്. ഈ കൊച്ചിനെ നന്നായിട്ട് വളർത്തണം. അങ്ങനെ പറയുന്നില്ല, എന്നാലും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള വാക്കുകളാണ് പറയുന്നത്. ഈ കൊച്ചിനെ നല്ല കുഞ്ഞായിട്ട് വളർത്താം. നിങ്ങളുടെ ഏതെങ്കിലും മോശം പ്രവൃത്തി കണ്ട് ഈ കൊച്ചെന്ത് ചെയ്യരുത്, വഴിതെറ്റിപ്പോകാൻ ഇടയാകരുത്. സുഹൃത്തത്തോടെ വളർത്തപ്പെടേണ്ടതിന് കരുതിക്കൊള്ളണം ആ പ്രയോഗം. സുഹൃത്തത്തോടെ വളർത്തപ്പെടേണ്ടതിന് കരുതിക്കൊള്ളണം. നല്ല കുഞ്ഞായിട്ട് വളരാനുള്ള എല്ലാ സംവിധാനങ്ങളും കുടുംബത്തിൽ എന്ത് ചെയ്യണം, ഈ പൈതലിനെ നിങ്ങൾ നൽകണം. പിന്നെ ഈ കൊച്ചിനെ കർത്താവിൻ്റെ പ്രാർത്ഥന പഠിപ്പിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിൻ്റെ പ്രാർത്ഥന പഠിപ്പിക്കണം, വിശ്വാസ പ്രമാണം പഠിപ്പിക്കണം, 10 കൽപ്പനയും പഠിപ്പിക്കണം. പിന്നെ ഒരു ക്രിസ്ത്യാനിയുടെ ആത്മാവിൻ്റെ സൗഖ്യത്തിനായി അറിഞ്ഞു വിശ്വസിക്കുന്ന സകല സംഗതികളും എന്ത് ചെയ്യണം, ഈ കൊച്ചിനെ പഠിപ്പിക്കണം. പഠിപ്പിച്ചതിന് ശേഷം സ്ഥിരീകരിക്കാനായിട്ട് കൺഫർമേഷന് വേണ്ടി എന്ത് ചെയ്യണം, ബിഷപ്പിൻ്റെ അടുത്ത് കൊണ്ടുവരണം, എപ്പിസ്കോപ്പയുടെ അടുത്ത് കൊണ്ടുവരണം. അങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ വരുന്നത്. ചിലയിടത്ത് ബിഷപ്പന്മാരാണ് സ്ത്രീധനം കൊടുക്കുന്നത്, ചിലയിടത്ത് അച്ഛന്മാരാണ് സ്ത്രീധനം കൊടുക്കുന്നത്. ആരാണെങ്കിലും സ്ത്രീധനത്തിനാണ് എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചതിന് ശേഷം കൊണ്ടുവരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. പേരൻസിനോട് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്, നമ്മൾ കുഞ്ഞുങ്ങളെ സ്ത്രീധനത്തിനാണ് കൊണ്ടുവരുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അവർ കർത്താവിൻ്റെ പ്രാർത്ഥന പഠിച്ചിട്ടുണ്ടോ എന്ന് ചെയ്യണം, നോക്കണം. 10 കൽപ്പന അവർക്ക് അറിയാമോ എന്ന് നോക്കണം. വിശ്വാസ പ്രമാണം അറിയാമോ എന്നവർ നോക്കണം. അവർ പോകുന്ന പള്ളിയെക്കുറിച്ച്, ദേവാലയത്തെക്കുറിച്ച്, സഭയെക്കുറിച്ച് അവർക്ക് എന്തെങ്കിലും അറിവുണ്ടോ എന്ന് നോക്കണം. അവർ വേദവസം വായിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അവർ രാവിലെ വൈകുന്നേരം പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അവർ ഏതെങ്കിലും കൽപ്പനകൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഏതെങ്കിലും ചീത്ത പ്രവർത്തികൾ അവർ ഇടപെടുന്നുണ്ടോ എന്ന് നോക്കണം. അതെല്ലാം നോക്കി ഏറ്റവും നല്ല അവരൊരു ക്രിസ്ത്യൻ പൈതൽ, ഒരു ക്രിസ്ത്യ കുഞ്ഞ് എന്നുള്ള നിലയിൽ, ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ ജീവിക്കാനുള്ള ആർജവം അവർക്കുണ്ടോ എന്ന് നോക്കണം. അതെല്ലാം പഠിപ്പിച്ചതിന് ശേഷമാണ് അവരെ പ്രതിഷ്ഠിക്കാനാണ് അവിടെ കൊണ്ടുവരുന്നത്. അതിനുശേഷമാണ് അവർ പോകുന്നവരെ ഒരു നല്ല വിശ്വാസിയായിട്ട് നിൽപ്പാനായിട്ട്. അങ്ങനെയുള്ളവരാണ് സഭയ്ക്ക് ആവശ്യം, ദൈവത്തിന് ആവശ്യം എന്ന് നാം മറന്നു പോകരുത്. ഈ കുഞ്ഞുങ്ങളിവിടെ വന്നിരിക്കുമ്പോൾ അവരോടും കൂടെ ചേർന്ന് ഞാൻ പറയട്ടെ, ഇന്ന് സുവിശേഷമായിട്ട് വായിച്ച ആ വേദഭാഗത്തിലെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷമാണ് 14-ാം അധ്യായം 5-ാം വാക്യമാണത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അതാണ് വാക്യം. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ അല്ലേ. ഇവിടെ ന്യായപ്രമാണത്തിൻ്റെ പ്രവാചകന്മാരുടെ ചുരുക്കമൊക്കെ പറഞ്ഞിട്ട്, കൽപ്പനയല്ല ചുരുക്കം വായിച്ചിട്ട് കായകസംഘം എന്നാ പറഞ്ഞു, നിങ്ങളും കൂടെ കൂടി എന്നാ പറഞ്ഞു, കായകസംഘക്കാരെന്നാ പറഞ്ഞേ, കൽപ്പനയുടെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്നാ പറഞ്ഞു, അയ്യോ അതല്ല, അതിന് ശേഷം പറഞ്ഞ കാര്യം എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചെറുപ്പക്കാർ, ആൺകുട്ടികളും പെൺകുട്ടികളും ശ്രദ്ധിക്കണം. നമ്മൾ ചെവി കൂർപ്പിച്ച് എന്ത് ചെയ്യണം, നിൽക്കണം അല്ലേ, ശ്രദ്ധിച്ചിരിക്കണം. ഉത്തരം എന്ത് ചെയ്യണം, ചോദിച്ചാൽ മണിമണിയായിട്ട് അതിന് ഉത്തരം പറയണം. അതിവിടെ മാത്രമല്ല, ജീവിതത്തിൽ വിജയത്തിന് അത് കാരണമാണ്. ഒരു ഇൻ്റർവ്യൂവിന് ചെന്നാൽ എന്ത് ചെയ്യണം, അവിടെ ചെല്ലുമ്പോൾ നമ്മൾ മിണ്ടായിരുന്ന എന്ത് ചെയ്യും, പൊക്കളം പറയും. കൂടുതൽ ചോദ്യം ചോദിക്കേണ്ട, ആ കൊച്ചിനെ കൊണ്ട് കൊള്ളത്തില്ല, ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ കൊള്ളത്തില്ല എന്ന് അന്നേരം തന്നെ അവർ വിധി എഴുതും. തെറ്റാണെങ്കിലും ശരിയാണ്, എന്ത് ചെയ്യണം, അവരത് ചുണയെടുത്ത് വേണം പറയണം. ഒറ്റ നോട്ടത്തിൽ അവർക്ക് മനസ്സിലാകണം, ഈ കൊച്ചിനെ കൊള്ളാം. നമ്മുടെ ഏതെങ്കിലും കഴിവെല്ലാം കണ്ട് എടുക്കുന്നത് അങ്ങനെയൊന്നും ഈ കാലത്ത് എടുക്കത്തില്ല. അവർ നമ്മളെ
ഉള്ള കാഴ്ചയും നമ്മുടെ സംസാരങ്ങളിൽ നിന്നാണ് ഇവൻ യോഗ്യനാണോ ഇവൾ യോഗ്യയാണോ എന്ന് അവർ നിശ്ചയിക്കുന്നത്. ഇന്നത്തെ കാലം അതാണ്. മിണ്ടാതിരിക്കുന്നവർക്കും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാൻ അറിയത്തില്ലാത്തവർക്കൊന്നും ഈ കാലത്ത് ജീവിക്കാൻ പറ്റത്തില്ല, അല്ലേ? അവർക്ക് ജോലി കിട്ടുക വളരെ വളരെ പ്രയാസമാണ്. ഉത്സാഹമുള്ളവരായി ഒരു കാര്യം ഏൽപ്പിച്ചാൽ ചെയ്യുമെന്നൊരു ഒറ്റ തോന്നൽ എന്ത് ചെയ്യണം? ആദ്യത്തെ ഒറ്റ ചോദ്യം ചോദിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും, അവരെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ പോകുമ്പോൾ എവിടെ പോയാലും, സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും അല്ല നമ്മൾ എവിടെയെങ്കിലും സ്ഥലത്ത് ചെന്നാലും എന്ത് ചെയ്യണം? നമ്മളൊരു ഉണർവോടെ ഉന്മേഷത്തോടെ എന്ത് ചെയ്യണം? ഇരിക്കണം. കാരണം അത് നമ്മുടെ ഭാവിക്ക് അത് ഏറ്റവും നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരാണ്? നമ്മൾ ദൈവമക്കളാണ്, അല്ലേ? ദൈവമക്കളാണെങ്കിൽ എന്ത് ചെയ്യണം? ദൈവമക്കളാണെങ്കിൽ ദൈവമക്കളെ തന്നെ ഇരിക്കണം. ഓക്കെ, തുണയായിട്ട് ഇരിക്കണം. ഓക്കെ, നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, ബാക്കി പറഞ്ഞേ, നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അതാണ് വാക്യം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:15 ഒന്നെടുത്ത് വായിച്ച്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:15. ആരാ വായിച്ചേ? ഓക്കെ, കുട്ടികൾ വായിച്ചേ. കുട്ടികളാണെന്ന് അറിയാൻ വേണ്ടിയാണ് വായിച്ചേ. ഓക്കെ, കുട്ടികൾ വായിച്ചേ. എടുത്തൊരു വായിച്ചു. കാത്തോ. നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഈ വാക്യം പറഞ്ഞു പോയാൽ മതി. പിള്ളേരോട് എടുക്കാൻ പറഞ്ഞാൽ എന്നാണെന്നറിയാമോ? യോഹന്നാൻ്റെ സുവിശേഷം എവിടെയാണ് അവർ നോക്കുന്നതെന്നാണ് ഞാനിവിടെ നിന്ന് നോക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം അവരെവിടെയാണ് തപ്പുന്നത്? അത് ആദ്യം തൊട്ട് തപ്പാൻ തുടങ്ങിയാൽ എന്തെന്ന് മനസ്സിലാക്കാം? എന്ത് മനസ്സിലാക്കാം? അല്ല, നിങ്ങൾക്കറിയാം എന്ത് മനസ്സിലാക്കാം? പകുതിക്ക് തപ്പുമെങ്കിൽ എന്ത് മനസ്സിലാക്കാം? ഓക്കെ, പുറകുവശം തൊട്ട് തപ്പുന്നെങ്കിൽ അവസാന ഭാഗം കൊണ്ട് തപ്പുന്നെങ്കിൽ എന്ത് ചെയ്യാം? വല്ലപ്പോഴും ആ കൊച്ച് ദിവസം എടുക്കുന്നതാണെന്നും പുസ്തകക്രമമാണെന്നും അറിയാമെന്നും അറിയാം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യണം? പുസ്തകം എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ അറിയത്തില്ല എന്ന് വിചാരിച്ചു ഉടനെ നമ്മളിവിടെ ഫ്രണ്ട് നോക്കിയിട്ട് ഇവിടെ അകരാതി കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യണം? അകരാതി സുവിശേഷത്തിൻ്റെ ഭാഗം കൊടുത്തിട്ട് ടക്കെന്ന് എന്ത് ചെയ്യാം? പേര് നോക്കുക, പേജ് നോക്കുക, മറിക്കുക, വേഗം നോക്കിയെടുക്കാനാണ്. പുസ്തക പരിചയമെന്നാണ് പറയുന്നത്. സൺഡേ സ്കൂളിൽ ഇവിടെയൊക്കെ നമ്മൾ പ്രത്യേകിച്ച് പഠിക്കുന്നതാണ്. എങ്കിൽ ഞാൻ പറഞ്ഞത് മാത്രമേ. കൽപ്പനകൾ എന്ത് ചെയ്യണം? നമ്മൾ ഓടിക്കണം, അല്ലേ? കൽപ്പന പഠിച്ചില്ല എന്നാ ചെയ്യാൻ പറ്റും? കൽപ്പന പഠിച്ചിട്ടേ വരാവുന്നു, അല്ലേ? ഓക്കെ, മോഷ്ടിക്കരുത് എന്നൊരു കൽപ്പനയാണ് കൂട്ടി. നമ്മുടെ കൽപ്പനയാണ് മോഷ്ടിക്കരുത്. നിങ്ങൾ ആ കൽപ്പന പഠിപ്പിച്ചപ്പം സ്ഥിരം ക്ലാസ്സിൽ പോയില്ല എന്ന് വിചാരിച്ചു, അല്ലെ? ആ കൽപ്പന നിങ്ങൾക്ക് അറിയത്തില്ല. എന്നാ പറ്റും? എന്നാ സംഭവിക്കാം? നിങ്ങൾ ആരായി തീരാൻ സാധ്യതയുണ്ട്? നിങ്ങൾ ആരായി തീരാൻ സാധ്യതയുണ്ട്? ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നിങ്ങൾ ആരായിത്തീരും? ഒരു മോഷ്ടാവായി തീരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കാരണം മോഷ്ടിക്കരുതെന്നുള്ളൊരു പ്രമാണം നിങ്ങൾക്കില്ല, അറിയത്തില്ല. നിങ്ങൾക്കറിയത്തില്ല, ബാക്കിയുള്ളവർക്കറിയാം, അല്ലേ? അതറിയാമെങ്കിലും അറിയത്തില്ലെങ്കിലും മോഷണം മോഷണം തന്നെയാണ്, അല്ലേ? ഓക്കെ, മോഷ്ടിക്കരുത് എന്നെന്ത് ചെയ്തിരിക്കുന്നു? കൽപ്പന പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പനെയും അമ്മയും ബഹുമാനിക്കാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കൽപ്പനയുണ്ട്, അല്ലേ? അതറിയത്തില്ല എന്നാ ചെയ്യും? ഇന്നത്തെ ആൾക്കാരുടെ ഒരു രീതി കണ്ട് അവരെ കൽപ്പന പഠിച്ചവരാണ് തോന്നുന്നു. വേറെ ആൾക്കാരുടെ നോക്കണ്ട, CSIക്കാരുടെ തന്നെ വീടുകളിൽ നോക്കിയാൽ മതി. അപ്പനോടും അമ്മയോടുള്ള അവരുടെ രീതികൾ കണ്ടാൽ അവർ ആ കൽപ്പന പഠിച്ചവരാണെന്ന് തോന്നുമോ പഠിക്കാത്തവരാണെന്ന് തോന്നുമോ? നിങ്ങളൊരു പക്ഷെ പറയുമായിരിക്കും, ഞാൻ അപ്പനോട് തൊഴിച്ചില്ലല്ലോ, അമ്മയ്ക്കിട്ട് ചവിട്ടി കൊടുത്തില്ലല്ലോ. അതും മാത്രമല്ല, അതൊക്കെ അങ്ങേറ്റത്തെയാണ്. നമ്മുടെ കാലും കൈയും പോകുന്ന തെറ്റാണ്. അതല്ല പോരാഞ്ഞൊരു ശാപം വേറെ. ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ വാക്ക്, നോട്ടം, പ്രവൃത്തി എല്ലാം അതിൻ്റെ അകത്തുണ്ട്. പണ്ടൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഈ പ്രദേശം അറിയാവുന്ന കാര്യത്തില്ല, കർണന്മാർ കാല് നീട്ടിയിരുന്ന അതിൻ്റെ മുകളിൽ കൂടെ എന്ത് ചെയ്യത്തില്ല? ഒരാളും എന്ത് ചെയ്യത്തില്ല? കാല് കവിച്ചു പോകത്തില്ല. ഇന്ന് കാരണന്മാർ സൂക്ഷിച്ചിരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? പിള്ളേർ കാലെ കടന്ന് മാത്രമല്ല അവരുടെ തലയ്ക്ക് മേലെ കൂടെ എന്ത് ചെയ്യും? ഡൈവ് ചെയ്ത് അവർ പോകും. എവിടെ നിന്ന് പഠിച്ചു? പഠിച്ചു? ഒത്തിരി നല്ല കാര്യങ്ങൾ എന്ത് ചെയ്തു? കൈവിട്ട് പോയിട്ടുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും. അല്ല, ഇതിൻ്റെ പ്രമാണത്തിന് അടിസ്ഥാനപ്പെട്ട് വന്നിരുന്ന ആരെന്ന്
നമ്മളതെല്ലാം പഠിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് കൽപ്പനകൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പഴയ നിയമ ഭാഗം സുവിശേഷം വായിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഞാൻ ഈ കൽപ്പനകളെല്ലാം നിങ്ങളുടെ ഉള്ളിലാക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് അതനുസരിച്ച് നടക്കാനായിട്ട് എന്ത് ചെയ്യും? നിങ്ങളെ പ്രാപ്തിപ്പെടുത്തുമെന്ന് പറഞ്ഞു. സുവിശേഷം വായിച്ചപ്പോൾ നമ്മൾ അതിൻ്റെ കണ്ടത്, ഇപ്പം നമ്മൾ വായിച്ചതിൻ്റെ അകത്തും, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. കാക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുക എന്നാണ് അർത്ഥം. കൽപ്പന കാക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുക. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എങ്ങനെ അറിയാം? കൽപ്പനകൾ അനുസരിക്കുന്നതിലൂടെ അറിയാം. കൽപ്പനകൾ അനുസരിക്കുന്നതിലൂടെയാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാകും. ഓക്കെ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ കൽപ്പനകൾ, പ്രമാണങ്ങൾ പഠിക്കുക, വിശ്വാസ പ്രമാണങ്ങൾ പഠിക്കുക, അതുപോലെ തന്നെ കൽപ്പനകൾ പഠിച്ച് അതനുസരിച്ച് ജീവിക്കുക. അത് നിങ്ങളെ അത്ഭുതമായി വഴി നടത്തുമെന്ന യാതൊരു സംശയമില്ല. നമ്മൾ ഏത് പള്ളിക്കാരാ? പള്ളി ഏതാ നമ്മുടെ? ഏത് പള്ളിക്കാരാ? അതല്ല, പള്ളി നമ്മൾ സഭ പൊതുവെ പറയുമ്പോൾ ഏതാ? ഏത് പള്ളിയാ നമ്മൾ? ഏത് സഭക്കാരാ നമ്മൾ? CSI സഭ അല്ലേ? ദക്ഷിണേന്ത്യ തിരുസഭ എന്ന് പറയും അല്ലേ? CSI സഭ. ഓക്കെ, വേറെ ഏതെങ്കിലും സഭ ഉണ്ടോ നമ്മുടെ അറിവിൽ? പിള്ളേരുടെ അറിവിലുണ്ടോ? ഒരു 2-3 സഭയുടെ പേര് പറഞ്ഞേ, ആൺകുട്ടികൾ പറഞ്ഞേ. CSI അല്ലാത്ത പറഞ്ഞു, പുറകെ പറഞ്ഞു. കത്തോലിക്ക, യാക്കോബ, ഏതാ പറഞ്ഞേ? പറഞ്ഞോ, നീ പറഞ്ഞു. കത്തോലിക്ക മാത്രമേ ഉള്ളൂ? CSI അല്ലാതെ കത്തോലിക്ക മാത്രമേ ഉള്ളൂ? മാർത്തോമ. ഓക്കെ, പെൺകുട്ടികൾ പറഞ്ഞേ. ഓർത്തഡോക്സ്. അയ്യോ, ഇന്ത്യയിൽ തന്നെ 2000-ലധികം സഭകളുണ്ടെന്നാണ്. 2000-ലധികം സഭകൾ. അതിനകത്ത് ആകമത്തിൽ നിങ്ങൾക്ക് എത്ര അറിയാം? നിർബന്ധമാണെങ്കിൽ CSI എന്നറിയാം, പിന്നെ അത്ര കൂടെ നിർബന്ധമാണെങ്കിൽ കത്തോലിക്ക ഇവിടെ അറിയാം അല്ലേ? ഓക്കെ, നമ്മൾ നോക്കണം. നമ്മൾ ചുറ്റുപാട് നടക്കുമ്പോൾ അത് നോക്കണം, ഏത് പള്ളിയാണത് അല്ലേ, എന്നാ പള്ളിയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, CSI നമ്മുടെ പള്ളി, കത്തോലിക്ക, യാക്കോബ, ഓർത്തഡോക്സ്, മർത്തോമ, പെന്തക്കോസ്റ്റൽ സഭകൾ, ഇവാഞ്ചലിക്കൽ സഭകൾ, ലൂഥറൻ സഭകൾ എല്ലാം ഉണ്ടല്ലേ? ഓക്കെ, ഈ സഭകളായിട്ട് നമ്മുടെ സഭ എന്നാ വ്യത്യാസം? അറിയില്ല. പൊതുവായിട്ട് പറയാണ്, നമ്മുടെ സഭാംഗങ്ങൾക്ക്, നമ്മുടെ തലമുറയ്ക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പം നമ്മുടെ സഭ ഏതാണെന്നും അതും മറ്റു സഭകളും തമ്മിലുള്ള വ്യത്യാസം എന്നാണെന്നും അറിയത്തില്ല എന്നുള്ളതാണ്. മറ്റ് സഭകളുമായിട്ട് നമ്മുടെ സഭ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് നമ്മുടെ തലമുറയ്ക്ക് അറിയത്തില്ല. അതുകൊണ്ട് അവർക്കെല്ലാം ഒരുപോലെ തോന്നുന്നു. എല്ലാം ഒരുപോലെയല്ല. ഒരു സഭയും ഒരുപോലെയല്ല. എല്ലാത്തിനും അതിൻ്റേതായ പ്രത്യേകത ഉണ്ട്. എല്ലാം ഒരുപക്ഷെ വിശുദ്ധ വേദപുസ്തകവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉപദേശങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ എല്ലാ സഭകളും ഒന്നല്ല, അതെല്ലാം വ്യത്യാസമാണ്. CSI സഭ വ്യത്യാസമാണ്. ഓക്കെ, പ്രധാനപ്പെട്ട വ്യത്യാസം പറയാം. CSI സഭ എന്നാ രൂപീകൃതമായത് മക്കളെ? സ്ഥിരീകരണമായിട്ടുള്ള ഒരുമിച്ചുള്ള ചോദ്യോത്തരത്തിൻ്റെ ഭാഗം കൂടെയാണ് ഇത് വരുന്നത്. എന്നാ രൂപം കൊണ്ടത് CSI സഭ? ഓക്കെ, നിങ്ങൾ സ്ഥിരീകരണ ക്ലാസ് വല്ലതും പഠിച്ചായിരുന്നോ? അങ്ങനെ ക്ലാസ് ഉണ്ടോ നമുക്കിവിടെ? സ്ഥിരീകരണ ക്ലാസ് നമ്മുടെ ക്ലാസ് ഉണ്ടോ? ഓക്കെ, നമ്മുടെ സഭ എന്ന രൂപം കിട്ടത് ഓക്കെ 1947 സെപ്റ്റംബർ മാസം 27. മറന്നു പോകരുത്. 1947 സെപ്റ്റംബർ മാസം 27 ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന സഭ രൂപീകൃതമായത്. മദ്രാസിലെ സെൻറ്റ് ജോർജ് കത്തീഡ്രലിൽ വെച്ച് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഇത് ഇന്ത്യയിൽ കേരളം, തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നു. ശ്രീലങ്കയിലെ ജാഫനയിലും ഈ സഭ ഉണ്ട്. ഏതാണ്ട് അതിൻ്റെ കണക്കെന്ന് പറയുന്നത് 55 ലക്ഷം ആൾക്കാർ എന്ത് ചെയ്യുന്നു ഇതിനകത്ത് ഉണ്ട് എന്നാണ് അതിൻ്റെ ഒരു കണക്ക്. 55 ലക്ഷം ആൾക്കാരുള്ള ഒരു സഭയാണ് ഏത്? നമ്മുടെ സഭ എന്ന് പറയുന്നത്. അല്പസ്വല്പ വ്യത്യാസങ്ങൾ ഒരു പക്ഷേ കണ്ടേക്കാം. 55 ലക്ഷം എന്ന് പറയും.
ഓക്കെ, നമ്മുടെ തൊട്ട് താഴെയുള്ള സഭയുടെക്കാൾ 3 ഇരട്ടിയാണ് ആ എണ്ണം. നമ്മുടെ തൊട്ട് താഴെയുള്ള സഭയേക്കാൾ 3 ഇരട്ടി അംഗങ്ങൾ നമ്മുടെ സഭയ്ക്കുണ്ട്. മറന്നു പോകരുത്, നമ്മളത്ര ചില്ലറ ആൾക്കാരൊന്നുമല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ സഭ എന്ന് പറയുന്നത് കാത്തലിക് സഭയാണ്. ഒറ്റ സഭ എന്ന് പറയുന്നത് കാത്തലിക് ചർച്ചാണ്. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ സഭ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ CSI സഭയാണ്. CSI സഭയുടെ തൊട്ട് താഴെയുള്ള സഭയ്ക്ക് എത്രയുണ്ട്? നമ്മുടെ എണ്ണത്തിൻ്റെ 3/1 മാത്രമേ, 3/1 താഴെ അംഗസംഖ്യയുള്ളൂ എന്ന് മറന്നു പോകരുത്. അതാണ് നമ്മുടെ സഭയുടെ മെഡിക്കൽ. ഓക്കെ, വ്യത്യാസം പറഞ്ഞില്ല. നമ്മുടെ സഭ 47-ലാണ് രൂപം കെട്ടത്. 47-ന് മുമ്പും എന്നുണ്ട് ഈ സഭയുണ്ട് അല്ലേ? ഉണ്ടോ? ഉണ്ട്. കാരണം ഈ സഭ തന്നെ എത്രാമത്തെ വർഷമായി ഇപ്പം? അത് 151 വർഷമായി അല്ലേ? അപ്പോൾ CSI സഭ രൂപീകൃതമാണ് ഏതാണ്ട് പകുതിക്ക് മുമ്പ് എന്തുണ്ട്? അത്രയും കൂടെ വർഷം പുറകിൽ നമ്മുടെ സഭ ആരംഭിച്ചു. അങ്ങനെയാണെങ്കിൽ അന്ന് ആ സഭ ഏതാ? അതേ സഭയാ LMS. 47-ന് മുമ്പ് നമ്മളൊക്കെ LMS ആയിരുന്നു അല്ലേ? 47 നമ്മൾ ആരായി തീർന്നു? CSI ആയി തീർന്നു. LMS ഉണ്ടായിരുന്നു, CMS ഉണ്ടായിരുന്നു, BMS ഉണ്ടായിരുന്നു, ലൂതറൻ ചർച്ചിന് ചില ഭാഗങ്ങളുണ്ടായിരുന്നു, എല്ലാവരും മെത്തഡിസ്റ്റ് ചർച്ചിൻ്റെ കുറേ ഭാഗങ്ങളുണ്ടായിരുന്നു. അതിലും വേറെ ആയിരുന്നു. 47 വരെ. 47 എന്ത് ചെയ്തു? 47 ഈ സഭയെല്ലാം കൂടെ ഒന്നായി തീർന്നു. ഈ സഭയെല്ലാം ഒന്നായി തീർന്നു. അപ്പോൾ നമ്മുടെ സഭ ഐക്യസഭയാണ്, അല്ലെങ്കിൽ ഒന്നായി തീർന്ന സഭയാണ്. കുട്ടികളെ പ്രത്യേകിച്ച് ഓർക്കണം, CSI സഭ ഒന്നായി തീർന്ന സഭയാണ്. മറ്റുള്ള സഭകൾ ഒറ്റ സഭകളാണ്. നമ്മുടെ സഭയോ ഒന്നായി തീർന്ന സഭയാണ്. ഒന്നായി തീർന്ന സഭയും ഒറ്റ സഭയും തമ്മിൽ വ്യത്യാസമാണ്. ഓക്കെ, മലങ്കര സ്ത്രീയൻ ചർച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ആരെല്ലാം കാണും? ഉദാഹരണം പറയാം. മലങ്കര സ്ത്രീയൻ ചർച്ച് എന്ന് പറഞ്ഞാൽ ആരെല്ലാം കാണും? യാക്കോബ സുറിയാനി ചർച്ച് എന്ന് പറഞ്ഞാൽ ആരെല്ലാം കാണും? എൻ്റെ അത് സീറോ മലബാർ സഭ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ആരെല്ലാം കാണും? ആ വിഭാഗം ആൾക്കാർ മാത്രമേ കാണത്തുള്ളൂ. അതാണ് എൻ്റെ ചുരുക്കം, പേരുകൊണ്ട് സൂചിപ്പിക്കുന്നതാണ്. പക്ഷേ CSIയിൽ ആരെല്ലാം ഉണ്ട്? എല്ലാ ആൾക്കാരും ഉണ്ട് അല്ലേ? ഈ പറഞ്ഞ നമ്മുടെ ചുറ്റുപാടുകളിൽ എല്ലാ സഭകളിലും ഉണ്ടായിരുന്ന ആൾക്കാരും ഇതിൻ്റെ അകത്തുണ്ട്. പല സഭകളും ഒന്നായി തീർന്നു. ഇന്നിപ്പോൾ പേര് പറഞ്ഞ എല്ലാ സഭകളും ഒന്നായി തീർന്നു. അവർ വ്യത്യസ്ത ആൾക്കാരാണ്, വ്യത്യസ്ത പാരമ്പര്യമാണ്, വ്യത്യസ്ത ഭാഷകളാണ്, രീതികളാണ്, സാമ്പത്തികമായുള്ള ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. അവരെല്ലാം കൂടെയാണ് എന്ത് ചെയ്ത് ഒന്നായി ഒറ്റ സഭയായി തീർന്നു. അതാണ് ഒന്നായി തീർന്ന സഭ എന്ന് പറയുന്നത്. ഇവിടെ തോമസ് ലീഗ വന്ന കാലം തൊട്ട് വിശ്വാസം വന്ന ആൾക്കാരിലും കുറേ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ സഭയിലുണ്ട്. ഓക്കെ, ഈ അടുത്ത കാലത്ത് ക്രിസ്ത്യാനികളായ ആൾക്കാർ പോലും എവിടെയുണ്ട്? ഈ സഭയിലുണ്ട്. മലയാളം മാത്രമല്ല, തമിഴ് സംസാരിക്കുന്നവരുണ്ട്, കന്നഡ സംസാരിക്കുന്നവരുണ്ട്, തെലുങ്ക് സംസാരിക്കുന്നവരുണ്ട്, എല്ലാം. ഇപ്പം ഞങ്ങളുടെ ഡയസിലാണെങ്കിൽ ഹിന്ദിക്കാർ കൂടെ ഇത് വന്നിരിക്കുന്നു. ഇപ്പം ഹിന്ദിക്കാർക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേക ആരാധന കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഹിന്ദിക്കാരാണ് നമ്മുടെ നാട്ടിൽ തൊഴിലാളികളായിട്ട് കൂടി വരുന്നത്. ഹിന്ദി മിഷൻ, 5 മിഷൻ എന്ന് പറയുന്നത് പ്രത്യേക മിഷൻ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പറഞ്ഞത് ഹിന്ദിയിലും എന്ത് ചെയ്യുന്നുണ്ട്? ആരാധനയുണ്ട്. ഹിന്ദിക്കാരും എന്ത് ഈ CSIയിലെ അംഗങ്ങളാണ്. എന്ത് വ്യത്യാസം? നമ്മുടെ സഭ ഒന്നായി തീർന്ന സഭയാണ്, എല്ലാവരും ഉൾക്കൊള്ളുന്ന സഭയാണ്. അത് പ്രധാനപ്പെട്ട സംഗതിയാണ്. മറ്റ് സഭകളിൽ അവർക്ക് മിഷൻ ചർച്ചസ് എന്ന് പറഞ്ഞുണ്ട് എങ്കിലും കൃത്യമായിട്ട് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നില്ല, ആ പേര് പോലെ തന്നെ അവരെന്താണ്, അവരെ വ്യത്യാസമാണ് എന്ന് നമ്മൾ മറന്നു പോകരുത്. അതാണ് നമ്മുടെ സഭയുടെ പ്രത്യേകതയും. യോഹന്നാന്റെ സുവിശേഷം 14:15 എന്ന് പറഞ്ഞ് വായിച്ചു, ഒന്നുകൂടെ വായിച്ചു. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൽപ്പനകൾ അനുസരിക്കുക. കൽപ്പനകൾ അനുസരിക്കണം. എന്ത് ചെയ്യണം? ഇപ്പം പറയും ദൈവത്തെ സ്നേഹിക്കണം അല്ലേ? ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ കൽപ്പന അനുസരിക്കണേ ദൈവത്തെ സ്നേഹിക്കണം അല്ലേ? ശ്രദ്ധിക്കണം. ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ കൽപ്പന അനുസരിക്കണമെങ്കിൽ ഏതെല്ലാം കൽപ്പന എന്ന് അറിഞ്ഞിരിക്കണം. അനുസരിക്കേണ്ട കൽപ്പന ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. എത്ര കൽപ്പനയുണ്ട് അനുസരിക്കാൻ? 10 കൽപ്പന. അത് നമ്മൾ പഠിച്ചു. ഓക്കെ, എല്ലാ ദിവസവും എന്ത് ചെയ്യണം? വേദോസം വായിക്കുക, പ്രാർത്ഥിക്കുക.
അതിനുശേഷം എന്ത് ചെയ്യുക, ഒരു ദിവസം നിങ്ങൾ ആരംഭിക്കാവും. എല്ലാ ദിവസവും എന്ത് ചെയ്യുക, വേദോസം വായിക്കാൻ. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലുതായ വ്യത്യാസം ഉണ്ടാക്കുന്ന യാതൊരു സംശയം. അതിനാണ് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവം സകല ബഹുമാനം മൊത്തവും കാലാവസാനം കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ.